ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വരാന്തറസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് SSC CHSLൻ്റെ ഫൈനൽ ഡേയ്സിലോട്ട് പോവുകയാണ്. അപ്പം ജൂലൈ 1 എല്ലാവർക്കും അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചോണം. ആൻഡ് ഫോട്ടോ കരുതിക്കോണം. ആൻഡ് നിങ്ങളുടെ ആധാർ ID അല്ലെങ്കിൽ ID പ്രൂഫ് ഏതാണോ അതും വിത്ത് ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ കാണണം. ഓക്കെ, അതെല്ലാം തലേ ദിവസം ഇപ്പോഴേ തന്നെ സെറ്റാക്കി 2 പേനയൊക്കെ വേണമെങ്കിൽ സെൻറ്ററിൽ തന്നെ പേന കിട്ടുമെങ്കിലും നിങ്ങൾ 2 പേനയും കൂടെ വെച്ച് നിങ്ങൾ കൊണ്ടുപോകാനുള്ള ബാഗൊക്കെ ഇപ്പോഴേ സെറ്റാക്കി വെച്ച് ഇൻ കേസ് ആ ഒരു റഷിൽ ചിലപ്പോൾ മോർണിംഗ് ഷിഫ്റ്റിൽ ഇപ്പോൾ നേരത്തെ എണീക്കാൻ മടിയുള്ള ആൾക്കാരാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എക്സാം രാവിലെ വന്ന് എണീറ്റാൻ പറ്റത്തുള്ളൂ. ആ ടൈമിൽ നിങ്ങൾ ഒരുപക്ഷെ ഒരു ബാഗും വേണ്ടി പെട്ടെന്ന് ഫ്രഷപ്പായി ബാഗ് എടുത്തിട്ട് ട്രാവൽ ചെയ്താണ് പോകുന്നതെങ്കിൽ അത് പെട്ടെന്ന് ആ ടൈമിൽ അപ്പോൾ നമ്മൾ ഓർത്തില്ലെങ്കിൽ നല്ല വിഷമം വരും. അപ്പോൾ അതിപ്പോഴേ തലേ ദിവസം അല്ലെങ്കിൽ ഇപ്പം തന്നെ ചെയ്തു വെച്ചേരെ. കാരണം അപ്പോഴും കൊണ്ടുപോകാനുള്ള പേന, നിങ്ങളുടെ ID കാർഡ്, മറ്റേ ഫോട്ടോസ്, പിന്നെ ഹോൾ ടിക്കറ്റ് പ്രിൻറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. 30 സെക്കൻഡ്സ്. ഓക്കെ, അപ്പോൾ സംഭവം എന്താ പറയുന്നത്, 2 സിലിണ്ടർ ഉണ്ട്. അതിൻ്റെ റേഡിയസ് 6ഉം 9ഉം. അവരുടെ ഹൈറ്റോ റെസ്പെക്റ്റീവ്ലി 12ഉം 9ഉം സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട് വെള്ളം. ഇത് വേറൊരു സിലിണ്ടറിലോട്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ 2 ചെറിയ സിലിണ്ടർ ഉണ്ട്. അതിനകത്തെ വെള്ളം ഞാൻ വേറെ സിലിണ്ടർ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഓക്കെ, ഇത്രയും വരെ വെള്ളം കയറി. 7 സെൻറ്റിമീറ്റർ വരെ വെള്ളം നിറഞ്ഞു. അപ്പം ഈ ഒരു സിലിണ്ടർ ഉണ്ടല്ലോ, ഇവിടം വരെ വെള്ളം നിറഞ്ഞു. ഈ ഒരു സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്ര? സിലിണ്ടറിൻ്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? π × r² × h. ഇതിൻ്റെ റേഡിയസ്. ഈ വെള്ളം നിറഞ്ഞത് വരെ വെച്ച് നമ്മളൊരു സിലിണ്ടർ വെട്ടി മാറ്റുവാണ്. അതിൻ്റെ വോളിയം എത്ര? π r² × H അല്ലെങ്കിൽ ഏതായാലും ഈ 7 സെൻറ്റിമീറ്റർ ആയിരിക്കും ഈ ഒരു വലിയ സിലിണ്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ചെറിയ 2 സിലിണ്ടർ ഉണ്ടായിരുന്നു. ഓക്കെ, പല അളവിലുള്ള അതിനകത്തോ ഉള്ളത് നമ്മൾ ഇങ്ങോട്ട് പോർ ചെയ്തു. അപ്പം 2 സിലിണ്ടറിൻ്റെ വോളിയം ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഫിഗറിൻ്റെ അല്ലെ സിലിണ്ടറിൻ്റെ വോളിയം കിട്ടണം. അപ്പോൾ π r1² h1 + π r2² h2 = π r² h. വലിയ സിലിണ്ടറിൻ്റെ ഹൈറ്റ്, വലിയ സിലിണ്ടറിൻ്റെ റേഡിയസ്, ചെറിയ 2 സിലിണ്ടറുകളുടെ റേഡിയസ് r1 r2, അതിൻ്റെ ഹൈറ്റ് h1 h2. അപ്പം നോക്കിയേ, ബാക്കി എല്ലാ പാരാമീറ്റേഴ്സും തന്നിട്ടുണ്ട്. നമ്മൾ π എല്ലായിടത്തു നിന്നും വെട്ടിക്കളയും. 36 × 12, 36 × 460, 432 പ്ലസ് 64 × 9 എത്ര? 36, 540, 576 = r² × 7. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ നേരം 8, 1 = r² 7. That means r = √1008/7. അതായത് √10 3, 30 4, 28 2, 28 4, അതായത് 12. അപ്പോൾ ഓപ്ഷൻ 1 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 30 സെക്കൻഡ്സ്. അലിഗേഷൻ വെച്ചിട്ട് ചെയ്യാവേ. ഓക്കെ, നോക്കിയേ, 2 വെസലുണ്ട്, എയും ബിയും. അപ്പം എയിൽ എത്ര ആൽക്കഹോൾ ഉണ്ട്? 25% ഉണ്ട്. ആൻഡ് ബിയിൽ 15% ആൽക്കഹോൾ ഉണ്ട്. ആൻഡ് സം പാർട്ട് ഓഫ് ദ മിക്സ്ചർ ഓഫ് വെസൽ എ ഈസ് റീപ്ലേസ്ഡ് ബൈ അൻ ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് ദ മിക്സ്ചർ ഫ്രം വെസൽ ബി. അപ്പം വെസൽ ബിയിലെ കുറച്ച് ക്വാണ്ടിറ്റി എയുടെ കൂടെ ചേർത്തു, മാറ്റിയിട്ട് റീപ്ലേസ് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയ മിക്സ്ചറിൽ 18% എന്തായിരിക്കും? ആൽക്കഹോൾ ആവണമെങ്കിൽ ഞാൻ
എ എത്ര മാറ്റിയിട്ട് ആ ഈക്വൽ സ്ഥാനത്ത് അത്രയും ക്വാണ്ടിറ്റി ബി എത്ര ചേർക്കണം എന്നാണ് ചോദ്യം. അതായത് എയിൽ നിന്ന് കുറച്ച് പോർഷൻ മാറ്റി ബി അത്രയും ക്വാണ്ടിറ്റി തന്നെ അല്ല അളവ് തന്നെ ബി ചേർത്തു. അപ്പോൾ എങ്കിൽ 18% ഇപ്പോൾ കിട്ടിയ മിക്സ്ചറിൽ ആൽക്കഹോളിൻ്റെ കണ്ടൻറ് ഉണ്ടാവണമെങ്കിൽ ഏത് രീതിയിൽ എയും ബിയും മിക്സ് ചെയ്യണം എന്നാണ്. അപ്പോൾ നമ്മൾ എയിലെ ആൽക്കഹോളും ബിയിലെ ആൽക്കഹോളും കൂടെ എടുത്തിട്ടാണ് അലിഗേറ്റ് ചെയ്യുന്നത്. എയിൽ 25% ആൽക്കഹോളുണ്ട്, ബിയിൽ 15% ആൽക്കഹോളുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് 18% എന്ത് എനിക്ക് കിട്ടുന്നത്, 18% നെറ്റായിട്ട് ഉള്ള ആൽക്കഹോൾ പെർസെൻറ്റേജ് കിട്ടുന്നത്. അപ്പം അലിഗേഷൻ വഴി ചെയ്യാമല്ലോ. മൈനസ് ചെയ്യുന്നു 3, മൈനസ് ചെയ്യുന്നു 7, 3:7. അതായത് 3A+1 ടോട്ടൽ 10 യൂണിറ്റ് ഉണ്ടെങ്കിൽ അതിൽ 7 യൂണിറ്റും എന്തായിരിക്കണം, ബി ആയിരിക്കണം. അതായത് ബി ആഡ് ചെയ്തതായിരിക്കണം. അപ്പോൾ ടോട്ടൽ 7 out of 10 ബി ആഡ് ചെയ്യണം ടു ഗെറ്റ്, അല്ലെ റീപ്ലേസ് ചെയ്യണം ടു ഗെറ്റ് 18% ആൽക്കഹോൾ ഇൻ ദ റിസൾട്ടൻ്റ് മിക്സ്ചർ. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 seconds. ഡീവിയേഷൻ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, നോക്കിയേ, 4 ബ്രദേഴ്സ് ഉണ്ട്, അവരുടെ ആവറേജ് ഏജ് 24. ഈ കൂട്ടത്തിലോട്ട് എത്രയോ ഏജ് ഉള്ള അവരുടെ ഫാദറും കൂടെ വരുന്നു, നമുക്കറിയത്തില്ല. ഫാദർ വരുന്നതിൻ്റെ ഭാഗമായിട്ട് 6 ആവറേജ് കൂടും, 6 ഇയേഴ്സ് കൂടും. ഓക്കെ, അപ്പം ഫാദറും കൂടെ വന്നതിന് ശേഷം ഇപ്പോൾ എത്ര പേരുണ്ട്, 4+1 5 പേരുണ്ട്. ആൻഡ് ആവറേജ് 6 കൂടി എന്ന് പറഞ്ഞാൽ, ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് ആവറേജ് 6 കൂടി എന്ന്. അതിൻ്റെ അർത്ഥം ഓരോരുത്തർക്കും 6 വെച്ച് ഇപ്പം കൂടും. ആവറേജ് കൂടി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഏകദേശം ഇത്ര വെച്ച് കൂടും. അപ്പം ഇപ്പം ടോട്ടൽ 5 മെമ്പേഴ്സ് ഉണ്ട്, ഓരോരുത്തർക്കും 6 വെച്ച് കൂടിയാൽ ടോട്ടൽ 5 × 6 30 ഇയേഴ്സ് ഫാദർ വരുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടും. എന്തിനേക്കാൾ കൂടും, ഏത് ഗ്രൂപ്പിലോട്ടാണോ വന്നത് അവരുടെ ആവറേജ് എത്രയാണോ അതിനേക്കാൾ 5 × 6 30 കൂടുതലായിരിക്കും ഫാദറിൻ്റെ ഏജ്. അപ്പം 5 × 6 + 24 54 ഇയേഴ്സ് ആയിരിക്കും ആൻസർ. ഞാൻ പറഞ്ഞു ഇത് ഡീവിയേഷൻ വെച്ചിട്ട് ചെയ്യുന്നതാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ഇത് മനക്കണക്കിൽ ചെയ്യാൻ പറ്റും. ടു മേക്ക് ഇറ്റ് എ സ്ട്രക്ചർ ആൻഡ് നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ വേണ്ടി ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. കുറച്ച് ഹാബിച്വലായിട്ട് നിങ്ങൾക്കിത് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഡീവിയേഷൻ്റെ വീഡിയോ ഏതെങ്കിലും സോഴ്സ് നമ്മുടെ ചാനലിൽ തന്നെ ഗൗതം സാറാണെങ്കിലും ഞാനാണെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ട്, ഗോ വാച്ച് ദാറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് ഡീവിയേഷൻ മെത്തേഡ് പഠിച്ചെടുക്കുക, എന്നിട്ട് ഇത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏതായിരിക്കും, ഓപ്ഷൻ 3 ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 seconds. നോക്കിയേ, വോളിയം എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷണലാ, അല്ലെങ്കിൽ വോളിയം ഓഫ് എ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ πr²h അല്ലേ. അതായത് പൈ ഏത് ഫോർമുലയിലും റേഡിയസും ഹൈറ്റും എത്ര തന്നെ ആയാലും പൈ അവിടെ ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ പൈ കോൺസ്റ്റന്റ്, അതിനർത്ഥം വോളിയം ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് റേഡിയസ് ആൻഡ് ഹൈറ്റ്. അപ്പം റേഡിയസിൻ്റെ സ്ക്വയറിനും ഹൈറ്റിനും അനുസരിച്ച് വോളിയം മാറത്തുള്ളൂ. ഇപ്പോൾ റേഡിയസിൻ്റെ റേഷ്യോ 2:1 ആണെങ്കിൽ r², റേഡിയസിൻ്റെ സ്ക്വയറിൻ്റെ റേഷ്യോ എന്ത് വരും, 4:1. ആൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാലോ, ഹൈറ്റിൻ്റെ റേഷ്യോ 1:2. അപ്പം r² × h എന്നുള്ളൊരു മൾട്ടിപ്ലിക്കേഷൻ വോളിയം കാണാൻ നേരം വരുന്നില്ലേ. അപ്പം ആദ്യത്തെ ഇത് r1², ഇത് r2², ഇത് h1, ഇത് h2. അപ്പോൾ r1² × h1 4, r2² × h2 2. അപ്പം 2:1 ആയിരിക്കും വോളിയത്തിൻ്റെ റേഷ്യോ. ഓക്കെ, ഓപ്ഷൻ 3 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 seconds.
ഓക്കെ, ടൈം കഴിഞ്ഞ്. ഓക്കെ, അപ്പം നോക്കിയേ പറഞ്ഞേക്കുന്നേ, എ ടവർ ഹാസ് എ ഹൈറ്റ് ഓഫ് എ ഡി എന്ന് പറയുന്നതാണ് ടവറിന്, അതിന് 50 മീറ്റർ ഉണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് ആൻ ആംഗിൾ ഓഫ് എലവേഷൻ ഫ്രം 2 പോയിന്റ്സ് ഓൺ ദ ഗ്രൗണ്ട്. ബി സി എന്ന് പറയുന്നത് നമ്മുടെ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ തറയാണ്. അപ്പം അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും, ഈ ടവർ ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള സൈഡിൽ നിന്ന് ഒരാൾ നോക്കുകയാണെങ്കിൽ അവരുടെ ആംഗിൾ ഓഫ് എലവേഷൻ ഒരു സൈഡിൽ 60 മറ്റേ സൈഡിൽ 30 ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. എങ്കിൽ ആ രണ്ടറ്റം, ഈ രണ്ട് പോയിന്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നോക്കി, ഇത് 50, ഇതെന്തായാലും 90, ഇത് 30, ഇതിലേതെങ്കിലും ഒന്ന് 30 മറ്റേത് 60 എടുത്താലും മതി, വ്യത്യാസമില്ല. അപ്പോൾ ഇത് ഞാൻ 30 എടുത്തു, അപ്പോൾ ഇത് 60 അല്ല. അപ്പോൾ എപ്പോഴും ആലോചിച്ചോണം, 30, 60, 90 വരുന്നൊരു ട്രയാങ്കിൾ. ഓക്കെ, 30, 60, 90. ഈ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ എങ്ങനെ ആയിരിക്കണം? 30 ഓപ്പോസിറ്റ് കിടക്കുന്ന 1 ആണെങ്കിൽ 90 ഓപ്പോസിറ്റ് കിടക്കുന്നത് 2 ആൻഡ് 60 ഓപ്പോസിറ്റ് കിടക്കുന്നത് √3 ആയിരിക്കണം. അതായത് ഇതൊരു സെൻറ്റിമീറ്റർ ആണ്, ഇത് 2 സെൻറ്റിമീറ്റർ ആണ്, അങ്ങനെയെങ്കിൽ ഇത് √3 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഈ രീതിയിലായിരിക്കും ട്രയാങ്കിൾ വലിപ്പം വെച്ച് പോകുന്നത്. അതായത് ഇപ്പോൾ ഇത് √3 അല്ലേ, അപ്പോൾ ഇത് വിട്ട് 2√3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇത് 2 സെൻറ്റിമീറ്റർ ആവണം. ഇത് 2√3 ഇത് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അതായത് ഇത് 4 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഇങ്ങനെ ഈ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നോക്കി, എപ്പോഴും 30 ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് എന്താണോ അതിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതല്ലേ 30 ആംഗിളിന് ചേർന്ന് കിടക്കുന്ന സൈഡ് വരുന്നത്. അപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ, ഈ ഒരു ട്രയാങ്കിൾ നോക്കുവാണെങ്കിൽ 30 ഓപ്പോസിറ്റ് 50 മീറ്റർ ആണ്. അപ്പം ഈ ഒരു ഡി സി എന്ന് പറയുന്ന സൈഡ് 30 എന്ന് പറയുന്ന ആംഗിളിനോട് അഡ്ജസൻ്റ് ആയിട്ടുള്ള സൈഡാണ്. അത് എത്ര വരും? വിൽ ഓൾവേസ് ബി √3 ടൈംസ് ഓഫ് ഇറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ്. അപ്പം 50 × √3 ആയിരിക്കും ഇത്രയും വരുന്നത്. ഇനി ഇവിടെ 30 അല്ലേ? അപ്പം നോക്കിയേ, 30 അടുത്ത് കിടക്കുന്ന സൈഡിനെ ഞാൻ √3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ എനിക്ക് 30 ഓപ്പോസിറ്റ് ഉള്ളത് കിട്ടുന്നത്. മറ്റേ നേരത്തെ പറഞ്ഞ ലോജിക്കിൻ്റെ തിരിച്ചാലോചിച്ചാൽ മതി. അപ്പോൾ ഇവിടെ 30 ചേർന്ന് കിടക്കുന്ന സൈഡ്, ഈ ഒരു ട്രയാങ്കിൾ എ ബി ഡി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ 30 എന്ന് പറയുന്ന ആംഗിളിനോട് ചേർന്ന് കിടക്കുന്ന സൈഡാണ് 50. അപ്പം ആ 50നെ √3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴായിരിക്കണം നമുക്ക് ഈ ഒരു സൈഡ് കിട്ടേണ്ടത്. അപ്പോൾ 50/√3. അപ്പോൾ ബി സി എന്ന് പറയുന്നതല്ലേ ലെങ്ത് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്, അത് 50/√3 പ്ലസ് 50/√3 പ്ലസ് 50/√3 വരും. അപ്പം 200/√3 വരും. ഞാൻ മണ്ടയിലും താഴെ ഒരു √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എളുപ്പത്തിന്. അപ്പോൾ എത്ര വരും? 200. √3 എനിക്ക് 1.73 ഇടാവേ, അത് പഠിച്ചു വെച്ചോണം. √2 ആണെങ്കിൽ 1.41, 3 എഴുതും. അതായത് 346/3. 1 3 0 4 1 3 16 5 115 പോയിന്റ് സംതിങ് വരും. ഓപ്ഷൻ ഏത് മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ? ഓപ്ഷൻ 3 മാത്രമേ കാണുള്ളൂ. അപ്പോൾ മൊത്തം ചെയ്ത് എടുക്കണ്ട, ഓപ്ഷൻ 3 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്സ്. ഇതിന് 30 സെക്കൻഡ്സ് വേണ്ട, അല്ലാതെ തന്നെ പെട്ടെന്ന് ചെയ്തോണം. നോക്കിക്കേ, വാല്യൂ ഓഫ് sin 26/cos 64 ആണ് ചോദിച്ചേക്കുന്നത്. സൈൻ തീറ്റയുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അതായത് സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്തിനും ഈക്വൽ ആണ്? കോസ് 90 - തീറ്റയ്ക്ക് ഈക്വൽ ആണ്. അപ്പോൾ sin 26/cos 64 എന്ന് പറയുമ്പോൾ sin 26നെ എങ്ങനെ എഴുതാം? cos 90 - 26. അതായത് cos 64/cos 64 തന്നെ വരും. ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും വരുന്നത്. ഓക്കെ, എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്സ്.
നോക്കിയേ, നമുക്ക് ക്വസ്റ്റ്യനിൽ സ്പീഡ് ഓഫ് സ്റ്റിൽ വാട്ടർ തന്നിട്ടുണ്ട് ആൻഡ് സ്പീഡ് ഓഫ് സ്ട്രീം തന്നിട്ടുണ്ട്. ഇനിയും ചോദിച്ചേക്കുന്നത് 88 കിലോമീറ്റേഴ്സ് ഡൗൺ സ്ട്രീമും 24 കിലോമീറ്റേഴ്സ് അപ്പ് സ്ട്രീമും ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടോട്ടൽ ടൈമാണ്. അപ്പോൾ നോക്കിയേ, ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്റ്റിൽ വാട്ടർ സ്പീഡ് പ്ലസ് അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ പ്ലസ് സ്പീഡ് ഓഫ് സ്ട്രീം. അപ്പോൾ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ പ്ലസ് സ്പീഡ് ഓഫ് സ്ട്രീം 19 + 3 ഡൗൺ സ്ട്രീം സ്പീഡ് 22 km/h ആയിരിക്കും. ആൻഡ് അപ്പ് സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് ഇവരുടെ വ്യത്യാസം, സ്റ്റിൽ വാട്ടർ സ്പീഡും സ്ട്രീം സ്പീഡും കുറയ്ക്കുന്നത് 19 - 3 16 km/h ആയിരിക്കും. ഇനി ടോട്ടൽ ടൈം നോക്കിക്കേ, ഡിസ്റ്റൻസ് ടോട്ടൽ ടൈം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഡിസ്റ്റൻസ് ബൈ എന്ത്, ഡൗൺ സ്ട്രീമിൽ സഞ്ചരിച്ച കേസ് അപ്പ് സ്ട്രീമിൽ സഞ്ചരിച്ച കേസ്. അപ്പോൾ ഇത് ഡൗൺ സ്ട്രീമിൽ സഞ്ചരിച്ച സമയം, ഇത് അപ്പ് സ്ട്രീമിൽ സഞ്ചരിച്ച സമയം, അങ്ങനെയല്ലേ ടോട്ടൽ ടൈം എടുക്കുന്നത്. അപ്പോൾ 88 കിലോമീറ്റർ ഡൗൺ സ്ട്രീം സഞ്ചരിക്കാൻ എടുത്തത് ഡിസ്റ്റൻസ് ബൈ ഡൗൺ സ്ട്രീം ഡിസ്റ്റൻസ് ബൈ ഡൗൺ സ്ട്രീം സ്പീഡ് 88/22 4 പ്ലസ് അപ്പ് സ്ട്രീം ഡിസ്റ്റൻസ് ബൈ അപ്പ് സ്ട്രീം സ്പീഡ് ചെയ്യുമ്പോൾ അപ്പ് സ്ട്രീം ടൈം കിട്ടും 24/16. അതായത് 8 കൊണ്ട് വെട്ടുമ്പോൾ 3, 8 കൊണ്ട് വെട്ടുമ്പോൾ 2, അതായത് 3/2 എന്ന് വെച്ചാൽ 1.5 എന്നാണ് അർത്ഥം. അപ്പോൾ 4 + 1.5 5.5 hours ആയിരിക്കും. ഓപ്ഷൻ 3 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 seconds. ഓക്കെ, നമ്മൾ ഡീവിയേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നോക്കിയാൽ 48 2 പേരുണ്ട്, അവരുടെ ആവറേജ് 48. ഓക്കെ, 2 പേരുണ്ട്, അവരുടെ ആവറേജ് 42. എയും ബിയും ഉണ്ട്, 2 പ്രൊഫസേഴ്സ്, അവരുടെ ആവറേജ് 48. ഇതിനകത്തോട്ട് സി എന്ന് പറയുന്ന വ്യക്തിയും കൂടെ വന്നപ്പോൾ ആവറേജ് എത്രയായി? 62 ആയി. അതായത് എത്ര കൂടി? ആവറേജ് എത്ര കൂടി? 48 പ്ലസ് അല്ലെങ്കിൽ 48 62 മൈനസ് ചെയ്യാൻ നേരം 14 കൂടി. 48നേക്കാൾ 14 കൂടുതലാണ്. സി എന്ന് പറയുന്ന വ്യക്തി വന്നതിൻ്റെ ഭാഗമായിട്ട് 14 ആവറേജ് കൂടി. അതായത് ഓരോരുത്തർക്കും 14 കൂടി. ഈ ഗ്രൂപ്പിൽ എത്ര പേരുണ്ട്? 2 പേരില്ലേ? അപ്പം 14 × 2 ടോട്ടൽ 28 കൂടുതലാണ്. എപ്പോൾ? സി എന്ന് പറയുന്ന ആൾ വന്നതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഓക്കെ, അപ്പം സി സേജ് എന്ന് പറയുന്നത് ഏതാ? ഇവർ 3 പേർക്കും കൂടെ എത്ര ഉണ്ട്? 62. അതിനേക്കാൾ 28 കൂടുതലായിരിക്കും. 28 + 62 90 years ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 1 ഡീവിയേഷൻ, ടിപ്പിക്കൽ ഡീവിയേഷൻ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 seconds. നോക്കിക്കേ, രാജു ഒരു കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അയാൾക്ക് 15 മണിക്കൂർ എടുക്കും. വിനയ് ആ വർക്ക് ചെയ്യണമെങ്കിൽ അയാൾക്ക് 20 മണിക്കൂർ എടുക്കും. ആൻഡ് വർദ്ധൻ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് 30 മണിക്കൂർ എടുക്കും. ഇവർ 3 പേരും കൂടെ വർക്ക് ചെയ്യുന്നതിനാണ് 7200 രൂപ കൊടുക്കുന്നത്.
അപ്പോൾ രാജുവിൻ്റെയും വിനയിൻ്റെയും വർദ്ധൻ്റെയും ടൈം 15 മണിക്കൂർ, 20 മണിക്കൂർ, 30 മണിക്കൂർ റെസ്പെക്റ്റീവ്ലി. സോ നമ്മൾ LCM 60 ആയിട്ട് എടുക്കും, അല്ലെ 60 LCM ആയിട്ടുള്ളത് ടോട്ടൽ വർക്കായിട്ട് ഞാൻ എടുത്തു. അതായത് രാജു 15 മണിക്കൂർ കൊണ്ട് 60 യൂണിറ്റ് വർക്ക് ചെയ്യും, 20 മണിക്കൂർ കൊണ്ട് വിനയ് 60 യൂണിറ്റ് വർക്ക് ചെയ്യും, ഈ സെയിം വർക്ക് തന്നെ വർദ്ധൻ 30 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ 1 മണിക്കൂറിൽ ഇവർ എത്ര കംപ്ലീറ്റ് ചെയ്യും? അവരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. 60/15 രാജുവിൻ്റെ 4, വിനയൻ്റെ 3, വർദ്ധൻ്റെ 2 എന്ന് റെസ്പെക്റ്റീവ്ലി നമുക്ക് കിട്ടി. അപ്പം നോക്കിക്കേ, ഇവർക്ക് എല്ലാവർക്കും കൂടെയാണ് 4. ഒരു ദിവസം ഇവർ എത്ര യൂണിറ്റ് വർക്ക് ചെയ്യും? 4. അല്ലെങ്കിൽ ഇവരുടെ എഫിഷ്യൻസി, ഇവർ ചെയ്യുന്ന വർക്ക് സെയിം അല്ലേ എല്ലാവരും, അപ്പം എഫിഷ്യൻസിയുടെ അടിസ്ഥാനത്തിലായിരിക്കും പൈസ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ടോട്ടൽ 4 + 3 7 + 2 9 യൂണിറ്റിനാണ് എത്ര? 7200 രൂപ കൊടുക്കുന്നത്. 3 പേരുടെയും എഫിഷ്യൻസിക്കാണ് 7200 രൂപ കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ 1 യൂണിറ്റ് വർക്ക് ചെയ്യുവാണെങ്കിൽ 7200/9 റുപ്പീസ് അല്ലേ അവർക്ക് ചിലവാക്കുന്നത്, അവർക്ക് വേണ്ടി കൊടുക്കുന്നത്. ആൻഡ് വിനയ്ക്ക് എത്ര പോർഷൻ കിട്ടും? 3 യൂണിറ്റാണ് ശമ്പളമായിട്ട് കിട്ടുന്നത്. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 7200/9 ആണ്. വിനയൻ്റെ പാർട്ട് എന്ന് പറയുന്നത് 7200/9 × 3 2400 റുപ്പീസ് ആയിരിക്കും. ഓപ്ഷൻ 3 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, എങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ പറഞ്ഞേക്കുന്ന സംഭവം എന്തോ, ഒരു സബ്മിറ്റ് ചെയ്യാൻ ഡിലേ ചെയ്തുകൊണ്ട് ഒരാൾക്ക് സുഹാനി എന്ന് പറയുന്ന വ്യക്തിക്ക് 10% മാർക്ക് കുറച്ചു. അങ്ങനെ അവൾക്ക് മൊത്തം കിട്ടിയത് 135 മാർക്കാണ്. അവൾ കറക്റ്റ് ടൈമിന് സബ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ അവൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നാണ് ചോദ്യം. അപ്പോൾ 10% ഫ്രാക്ഷൻ എടുക്കണം. 10% കുറവ് വന്നു എന്നല്ലേ പറയുന്നത്. അതായത് 10% ഫ്രാക്ഷൻ 1/10, 10ൽ 1 കുറഞ്ഞു ഡ്യൂ ടു ഡിലേ. അപ്പോൾ ആക്ച്വലി ഒറിജിനൽ കിട്ടേണ്ടിയിരുന്നത് 10 ആയിരുന്നു. ബട്ട് 6 എന്ന് വെച്ചാൽ റിസീവ്ഡ് ആണ്. എത്ര റിസീവ് ചെയ്ത്? 10നേക്കാൾ 1 കുറഞ്ഞ് ഇപ്പം 9. അതായത് 9 യൂണിറ്റ് മാർക്കാണ് എനിക്ക് കിട്ടിയത്. 10 കിട്ടണമായിരുന്നു, അതിനേക്കാൾ 1 കുറഞ്ഞ്, അതേ ഫ്രാക്ഷൻ്റെ യഥാർത്ഥ മീനിങ് നോക്കിയാൽ മതി. 9 എനിക്ക് കിട്ടിയത്. അപ്പം കിട്ടിയത് എത്ര മാർക്കാണ്? 9 യൂണിറ്റ് എന്ന് പറയുന്നത് 135 മാർക്കാണ്. 9 എങ്ങനെ 135 × 15 ചെയ്യുമ്പോൾ, അങ്ങനെയെങ്കിൽ ഒറിജിനലി കിട്ടേണ്ടിയിരുന്ന 10 യൂണിറ്റ് ആണ്. അതിനെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 150 മാർക്കായിരുന്നു എനിക്ക് ആക്ച്വലി കിട്ടേണ്ടി ഇരുന്നത്. ഓക്കെ, ഓപ്ഷൻ 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ SSC CHSLൻ്റെ സീരീസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. MTSൻ്റെ അല്ലെങ്കിൽ സെലക്ഷൻ പോസ്റ്റിൻ്റെ പരീക്ഷ എഴുതിയപ്പം കുറച്ച് പേർക്ക് ഹെൽപ്ഫുൾ ആയെന്ന് പറയുന്നപ്പം വളരെ ഹാപ്പിയാണ് ആ കാര്യം കേട്ടതിൽ. ഇനിയും നമ്മൾ CGL വേണ്ടിയിട്ട് ടോപ്പിക് വൈസ് ആയിട്ടൊരു സംഭവമായിരിക്കും പോകുന്നത്. അതായത് ഈ സെയിം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് പോകും. ഓക്കെ, അതായത് CGLൻ്റെ ടൈമിൽ ഓരോ ടോപ്പിക്കിനും ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് പോകും. അതായത് മെൻസുറേഷൻ അല്ലെങ്കിൽ ഇന്ന ടോപ്പിക്ക് ഇന്നിപ്പം വെയിറ്റേജ് അനുസരിച്ച്, ഇപ്പം മെൻസുറേഷനൊക്കെ വെയിറ്റേജ് ഉള്ള ടോപ്പിക് ആയതുകൊണ്ട് അതിൽ നിന്നൊരു 3 സെക്ഷൻ വീഡിയോ ആണ്. അത് ഓരോ 10 ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ള 3 വീഡിയോ ആണ്. അപ്പോൾ 30 ക്വസ്റ്റ്യൻ അതിൽ നിന്ന് കവറപ്പ് ആവും. അപ്പോൾ ആദ്യം സ്പീഡ് മോക്ക് ടോപ്പിക് വൈസ് ആയിട്ട് പോകും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ ജനറലൈസ് ചെയ്ത് 10 ക്വസ്റ്റ്യൻ സെക്ഷണൽ മോക്ക് പോലെ സ്പീഡ് മോക്ക് പോലെ പോകും. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ ടോപ്പിക്ക് വൈസ് സ്പീഡ് മോക്ക് ചെയ്യാൻ നേരം നിങ്ങൾക്ക് അത്ര തഴക്കിച്ച് അല്ലെങ്കിൽ തഴമ്പിച്ച് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, നല്ല സ്പീഡിൽ ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നോട്ട് ചെയ്ത് സെൽഫ് സ്റ്റഡിയിൽ നിങ്ങൾ പാച്ചപ്പ് ചെയ്തോണം. ഓക്കെ, ഇൻ കേസ് ഫ്രഷ് ആയിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ അഡ്മിഷൻസിൽ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ ഓപ്പൺ ആണ്. അപ്പോൾ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിലായിരിക്കും ആദ്യം ക്ലാസ്, പിന്നെ അതിനെ തുടർന്ന് പ്രാക്ടീസ് സെഷൻ അല്ലെങ്കിൽ സർക്കിൾ സെഷൻ എന്ന് പറയും. നിങ്ങളെ ഗ്രൂപ്പ് ആക്കി ഇരുത്തും, എന്നിട്ടായിരിക്കും വർക്കൗട്ട് സെഷൻ ചെയ്യാൻ തരുന്നത്. അതിനെ ഫർദർ ഗൈഡ് ചെയ്യാനും നിങ്ങളുടെ ഡൗട്ടൊക്കെ സോൾവ് ചെയ്യാനും ഞങ്ങളെപ്പോലുള്ള മെൻറ്റേഴ്സ് കാണും. പിന്നെ വരുന്ന എക്സ്ട്രീം സർക്കിൾ ടിൽ സൂപ്പർ ബാച്ച് ഈ ഒരു രീതിയിലായിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇതൊക്കെ പെർട്ടിക്കുലർലി ലെവൽ കൂടിയ അല്ലെങ്കിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടും ഉള്ളൊരു സെഷൻസ് ആയിരിക്കും. പിന്നെ റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം റിപ്പ് എന്ന് പറയും. അത് ഓൾറെഡി നിങ്ങളിപ്പം എക്സാംസ് ഒക്കെ എഴുതി ഇനി അടുത്ത ഓൺ സീസൺ വരണമെങ്കിൽ എക്സാമിന് ടൈം വരുന്ന വരെ നിങ്ങൾ വെറുതെ ഇരിക്കാതെ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് റിപ്പിൽ ചേർന്നാൽ സാധിക്കും. പിന്നെ മോക്ക് ഇൻ്റർവ്യൂ, നമ്മുടെ എല്ലാ PO എക്സാംസിൻ്റെ ഫൈനൽ സ്റ്റേജ് ഇൻ്റർവ്യൂ റൗണ്ടാണ്. അവിടെ എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ബേസും കൂടെ നിങ്ങൾക്ക് അവയർനെസ്സും കൂടെ ഫൈനൽ സ്റ്റേജ് വഴി കിട്ടുന്നതായിരിക്കും. നമുക്ക് ഓഫ്ലൈൻ കോച്ചിങ് ഉണ്ട്, ഓൺലൈൻ കോച്ചിങ് ഉണ്ട്. നിങ്ങളുടെ കംഫർട്ട് സോൺ ഏതാണോ
അതിനനുസരിച്ച് വർക്കിംഗ് പ്രൊഫഷണൽസിന് കൂടുതലും ഓഫ്ലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഓഫ്ലൈനായിട്ട് ഇവിടെ വീക്കെൻഡ് ബാച്ചസ് ഉണ്ട്. അപ്പം ഈ രണ്ട് ഓഫ്ലൈനായിട്ട് വന്ന് പഠിക്കാൻ, ചിലവർക്ക് ലൈവായിട്ട് ഡൗട്ടൊക്കെ സോൾവ് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഓഫ്ലൈൻ ചൂസ് ചെയ്യുക. ഏതായാലും നിങ്ങളുടെ ഒരു ഇതുണ്ടല്ലോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് നമ്പർ തന്നിട്ടുണ്ട്, വിളിച്ച് ചോദിച്ച് എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ SSC CHSL.